പോകണ്ട അത് ഇതുങ്ങളൊക്കെ കൊന്നതിന് ശേഷമാണ്. എത്ര ആളെ കൊന്നു? 14 ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. 14 ഉണ്ടായിട്ടില്ല, എത്ര കൊന്നു? 14 കൊന്ന് വിഷം കൊടുത്ത് കൊന്നിട്ട് കളവ് നടത്തി. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ പക്ഷെ ഒരാൾ ഒറ്റക്ക് താമസിക്കുന്ന ഒരു ദ്വീപ് കഴിഞ്ഞ 25 വർഷമായിട്ട് ആ ദ്വീപിൻ്റെ വിശേഷങ്ങളാണ്. നമ്മളെ കടമക്കുടിയിലാണ്, മലയാളിയാണ്, ജോസഫേട്ടന് കുറച്ച് കഥകൾ പറയാണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങോട്ട് കടക്കാൻ ഈസി അല്ല, കാരണം 4-5 ഡോഗ്സ് ഉണ്ട് ഇവിടെ. നേരത്തെ കുറച്ച് ട്രാജഡിയും കുറച്ച് സന്തോഷങ്ങളൊക്കെ കൂടെ മിക്സ് ചെയ്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ജനിച്ചതൊക്കെ ഇവിടെ തന്നെ കടമക്കുടിയിൽ അല്ലേ? കടമക്കുടി ഈ ദ്വീപിൽ അല്ലേ? ആക്ച്വലി ജോസഫേട്ടൻ എന്തായിരുന്നു ജോലിയൊക്കെ? എനിക്ക് പെയിന്റിങ്ങിന്റെ വർക്ക് ഉണ്ടായിരുന്നു, പിന്നെ മത്സ്യബന്ധനമുണ്ട്. ഇപ്പോൾ ഒറ്റക്കായിട്ട് 25 വർഷമായിട്ട് ഒറ്റക്കായിട്ട് ഈ വീട്ടില് അല്ലേ? ഇപ്പോൾ ഒറ്റക്കാവുമ്പോ ഇത് പ്രശ്നങ്ങളൊന്നുമില്ല, ഒറ്റക്ക് ശീലായി. എന്ത് പ്രശ്നം? ജനിച്ച നാടല്ലേ അല്ലേ? ഓക്കെ. ഇപ്പൊ ജോലിക്ക് ഇല്ലല്ലോ അല്ലേ? ഇപ്പൊ റെസ്റ്റാണ്, വിശ്രമ ജീവിതമാണ്. ഇവിടെ എന്തൊക്കെ കൃഷി വല്ലതും ഉണ്ടോ? എന്താണ് ജോസഫേട്ടൻ? മത്സ്യകൃഷി ഉണ്ട്, പിന്നെ പൊക്കാളി കൃഷി. ഇത് രണ്ടുമാണ് ഇവിടെ മാറി മാറി ചെയ്യും. അപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട്. ഏട്ടൻ എത്ര വയസ്സായി? എനിക്ക് 74 വയസ്സ്. പിന്നെ ഭയങ്കര സന്തോഷം തന്നെയാണ്. കൂട്ടിനിപ്പോ ഒരാളുള്ളത്? എത്ര ആളുണ്ട്? ഇപ്പൊ 4 പേരുണ്ട്. 14 ഉണ്ടായതാണ്. എന്തെങ്കിലും പിന്നെ രക്ഷപ്പെടുത്തൽ ഇവരെ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ? വിരോധം തോന്നുന്നില്ല, കള്ളന്മാരോ എല്ലാം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? അനുഭവം എന്ന് പറഞ്ഞാല് ഇവിടെ നിന്ന് കളവ് പോയിട്ടുണ്ട്. ഞാൻ മത്സ്യം കൃഷി ചെയ്തിരുന്നത് കളവ് പോയിട്ടുണ്ട്. അത് ഇതുങ്ങളൊക്കെ കൊന്നതിന് ശേഷമാണ്. എത്ര ആളെ കൊന്നു? 14 ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. 14 ഉണ്ടായിട്ടില്ല, എത്ര കൊന്നു? 14 കൊന്ന് വിഷം കൊടുത്ത് കൊന്നിട്ട് കളവ് നടത്തി. എത്ര വർഷം മുന്നെയാണത്? അതൊരു 4 വർഷമായില്ലേ? ഇപ്പൊ ഇത് പുതിയ ആളുകളാണ്. ജീവിതത്തിലൊരു സങ്കടമുള്ള കുറെ കടമൊക്കെ വന്ന്. കാരണം നമ്മള് അതിപ്പോ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് മീൻ വളർത്തിയത്. പിന്നെ കുറെ വേറെ ആളുകളുടെ വായ്പ ഉണ്ടായിരുന്നു. പക്ഷെ കളവ് പോയി കഴിഞ്ഞപ്പോഴേക്കും അവരുടെ അതെല്ലാം മുടങ്ങി, ലോൺ മുടങ്ങി. പിന്നെ വായ്പ മേടിച്ച ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാണ്ടായി. ഇല്ല, അവർ നമ്മളറിയണത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് മീൻ കൊണ്ടുപോയത്. നിങ്ങൾ ചത്തു കിടക്കണണ്ടപ്പോൾ അതിനൊക്കെ കൊണ്ട് കുഴിച്ചിട്ട്. പക്ഷേ പിന്നീടാണ് അറിയണത് മത്സ്യം പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്നുള്ളത്. അത് ചെമ്പല്ലിയും കാളാഞ്ചേക്ക് വില കൂടിയ സാധനം. ഈ കുളമുണ്ട്, ആ കുളത്തിൽ എപ്പോഴും നല്ല വെള്ളം ഒരുക്കുള്ളൂ. കാണാൻ പറ്റുമോ? ഇവിടെ പുഴയിൽ ഉപ്പായാലും അല്ല, എന്നാലും ഇവിടെ ഒരു അത്ഭുത കുളം ഉണ്ട് അത്രേ. ജോസഫേട്ടന്റെ അത്ഭുത, പിന്നെന്താ പറയാ, ഈ ഐലൻഡിലെ ഒരു അത്ഭുത കുളാട്ടോ അത്. ചുറ്റും ഉപ്പുവെള്ളമാണ്, പക്ഷേ ഉപ്പുവെള്ളമാണ്, ബട്ട് ഇതില് പിന്നെന്താണ് നല്ല ശുദ്ധവെള്ളമാണെന്ന് പറയും. ജോസഫേട്ടാ, നിങ്ങളോടൊരു ഇതിപ്പോൾ നിങ്ങൾ ഐലൻഡാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ടാക്കുന്നില്ല? ഇപ്പോൾ ടൂറിസത്തിന് ഇപ്പം പുതിയ വാട്ടർ മെട്രോ സ്റ്റേഷൻ വരുന്നുണ്ട് തൊട്ട് മുമ്പില്. ഞാൻ പറഞ്ഞില്ലേ, സാമ്പത്തികമായിട്ട് കുറെ ഇത് വേണമല്ലോ. ഏതായാലും കണ്ടേ സന്തോഷം. പിന്നെ നല്ല ആരോഗ്യത്തോടു കൂടി ആയുസ്സോടു കൂടി ഒരുപാട് നാൾ ജീവിക്കട്ടെ. ഫുഡ് നായ്ക്കൊക്കെ ഫുഡ് എന്താ ഹാപ്പി അറിയോ? ഇത് കുറെ കാലത്തിന് ശേഷം തോന്നണം നല്ല ഫുഡ്. ഉഷാറായടാ. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഒരു ഗ്രാമം എന്നാണ് ഈ അടുത്ത് ആനന്ദ് മഹീന്ദ്ര കടമക്കുടിയെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. സമയമുണ്ടെങ്കിൽ ഒരു പ്രാവശ്യങ്ങളിൽ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യണമെന്ന്